സംവിധായകൻ ദീപേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപേഷ്, ഒരുപക്ഷെ ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നു പ്രത്യേക കോടതിയിൽ നിന്ന്. ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. ഒരുപക്ഷെ 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനിടയിൽ കേരളത്തിലെ പൊതു മനസാക്ഷി ആഗ്രഹിച്ചിരുന്ന ഒരു വിധിയുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെ താങ്കൾ വിലയിരുത്തുന്നത്? നിരാശാജനകമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ ഇതുവരെ നമ്മൾ വിചാരിച്ചതും പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള എല്ലാ സ്വപ്നങ്ങളുമെല്ലാം ഇടിഞ്ഞു വീഴുന്ന രീതിയിലായിരുന്നു ആ സമയം കടന്നുപോയത് എന്ന് പറയേണ്ടി വരും. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടാവാത്തത് കൊണ്ട് വിട്ടുപോകുന്നു എന്നായിരിക്കാം നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ എന്തായാലും നിരാശാജനകം തന്നെയാണ്. ഒരുപക്ഷെ മേൽക്കോടതിയിലേക്ക് പോകണം എന്നും പ്രതീക്ഷകളുണ്ട്. എന്തായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഗവൺമെന്റ് മേൽക്കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ദീപേഷ്, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് കുറ്റവിമുക്തനാകുന്നു, ദിലീപിനെ വെറുതെ വിടുന്നു എന്നുള്ളതാണ്. പക്ഷേ മനസാക്ഷി കോടതിക്ക് മുമ്പിൽ, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ദിലീപ് ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണെന്നാണ് ഒരുപക്ഷെ ഭൂരിഭാഗം പേരും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇനിയും നിയമ പോരാട്ടത്തിൻ്റെ സാധ്യതകളുണ്ട്, വഴികളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ രീതി പരിശോധിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്ക് തെളിവ് ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ആ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ ശക്തമാണോ എന്നുള്ള ചോദ്യവും കൂടി വരുന്നുണ്ട്. അത് ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു പുതിയ നിയമ പോരാട്ടത്തിന് പോകുമ്പോഴും അതിജീവിതയ്ക്കെവിടെ നീതിയുടെ ഒരു സാധ്യതകൾ, ഒരു പ്രകാശത്തിൻ്റെ നീതിയുടെ കിരണങ്ങൾ തെളിയുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. തീർച്ചയായും മേൽക്കോടതിയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. കാരണം എന്ത് തന്നെ വെച്ചാലും നമുക്കറിയാവുന്നതുപോലെ ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സാക്ഷികളെ പിന്തിരിപ്പിക്കാനൊക്കെ നടത്തിയ ഒരു ശ്രമം നടത്തിയ പലരുമാണ് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനായിരുന്നു ഇത് എന്നെല്ലാം പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തെളിയിക്കപ്പെടാൻ പറ്റുന്ന രീതിയിൽ മേൽക്കോടതിക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ഇതൊരു അന്തിമ വിധിയല്ല. അതുകൊണ്ട് തന്നെ അതിജീവിത പോരാട്ടം തുടരുക തന്നെ വേണം. എന്നെപ്പോലുള്ളവരൊക്കെ അന്നു മുതൽ അതിജീവിതയുടെ കൂടെ നിന്നതാണ്. കാരണം കേരളം തള്ളിക്കളയേണ്ടതും അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തടത്തു നിന്നാണ് ഇങ്ങനെ ഒരു നിരാശാജനകമായ വിധി വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും അത് ഈ പറഞ്ഞതുപോലെ തെളിവുകളുടെ അഭാവം, നമുക്കറിയാലോ തെളിവെന്ന് പറയുന്നത് അവിടെ വരുന്ന സാങ്കേതികത്വമൊക്കെ ആയിരിക്കാം. എന്നാലും പൊതുജനം ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ ഇതിൽ വിജയമുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് മേൽക്കോടതിയിലേക്ക് പോവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് ശ്രീ ദീപേഷ്, ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ വളരെ എടുത്തു പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ, വലിയ തരത്തിൽ സുപ്രീം കോടതിയിലെ അടക്കം നടത്തിയ നിയമ പോരാട്ടങ്ങൾ, അന്ന് കുറ്റാരോപിതനായ ദിലീപ് നടത്തിയ വലിയ ഇടപെടലുകൾ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്, ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത്, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കൊടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, സംസ്ഥാന സർക്കാർ അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി, ആ ശ്രമങ്ങൾ കൂടി ഈ സാഹചര്യത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു പോകേണ്ടതില്ലേ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ദിലീപ് ആയിരുന്നില്ലല്ലോ അന്ന് കേരളത്തെ ആകെ സിനിമാ ലോകത്തെയോ അല്ലെങ്കിൽ കേരളത്തെയോ ഒക്കെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന അതികായകനായി നിന്ന ഒരാളുടെ പേരിൽ കേസ് എന്ന് പറയാൻ പോലും പറ്റാത്തടത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അതിജീവിതയോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് പോരാട്ടങ്ങൾക്ക് എല്ലാ വഴിയും തെളിച്ചു കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പിണറായി സർക്കാരാണ്. അത് അങ്ങേയറ്റം നമ്മൾ ഓരോ തവണയും എടുത്തു പറയേണ്ടതാണ്. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവളോടൊപ്പം എന്ന് പറയുന്ന ടാഗ് ലൈനിൽ പോലും അവാർഡ് നൈറ്റ് സംഘടിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തതാണ്. വളരെ നന്ദി ശ്രീ ദീപേഷ്, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.